നാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം കേരളത്തിൽ നിന്നുള്ള യുവാക്കളും വിദ്യാർത്ഥികളും വിദേശത്തേക്ക് കൂട്ടത്തോടെ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിച്ചുകൊണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളെയും ഇത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വെല്ലുവിളിയെയും കുറിച്ചുള്ള ചർച്ചകളാണ്. ഈ വേളയിൽ നമ്മളോടൊപ്പമുള്ളത് കോട്ടയം അതിരൂപതയുടെ തലപ്പള്ളി എന്നറിയപ്പെടുന്ന കടുത്തുരുത്തി വലിയ പള്ളിയുടെ വികാരി ഫാദർ ജോൺസൺ നീലാനിരപ്പൽ. അച്ഛൻ കടുത്തുരുത്തിയിൽ ആയിരുന്നതിന് മുമ്പ് വിദേശത്ത് ഉന്നത പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വന്നയാളെന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായിട്ട് അച്ഛന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 40 വർഷക്കാലം വിദേശത്ത് അമേരിക്കയിൽ ജോലി ചെയ്തതിന് ശേഷം കേരളത്തിലും അമേരിക്കയിലുമായി വിശ്രമജീവിതം ഒരേ സമയം കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സിറിയക് ഞാറുവേലിയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. ജോസേട്ടൻ ഒരു 40 വർഷം മുമ്പ് കേരളത്തിൽ നിന്നും പ്രവാസിയായി അമേരിക്കയിൽ ചെന്നപ്പോൾ അന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇന്ന് അവിടെ എത്തുന്ന മലയാളികൾ അനുഭവിക്കുന്നുണ്ടോ? ജോസിയേട്ടൻ ഇവിടുന്ന് പോകാനുള്ള ഒരു സാഹചര്യം അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാൽ നന്നായി. ആദ്യമായിട്ട് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന കടുത്തുരുത്തി വലിയ പള്ളി വികാരി അച്ഛൻ ജോൺസൺ അച്ഛനോടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ജ്ഞാനായ പത്രത്തിനോടും സാവി സാറിനോടുമുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സാറ് പറഞ്ഞതുപോലെ ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ നിന്നും വിദേശത്തോട്ട് പോയത് ഒരുപക്ഷേ അതൊരു അന്നത്തെ കാലത്തെ വെച്ച് നോക്കുമ്പം ഒരു ഭാഗ്യവാൻ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ അന്ന് പോകാൻ ഉണ്ടായ കാരണം. അത് 1985 കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെ പോക്ക്. അതന്നൊരു വലിയൊരു ഒഴുക്ക് ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. നമ്മുടെ സമുദായത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ചെറുപ്പക്കാരെ പിള്ളേർ, നേഴ്സിംഗ് കഴിഞ്ഞവർ, അങ്ങനെയുള്ളവർ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് നമുക്കറിയാം ഈ കേരളത്തിൽ ചെറിയ ചെറിയ വഴികൾ മാത്രമുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അതുപോലെ ഇവിടെ വേണ്ടത്ര ജോലിയില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാനൊക്കെ ഇവിടെ നിന്ന് പോകേണ്ടി വന്നതും പോയതും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വിദേശത്ത് ചെന്നപ്പം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വഴികളൊക്കെ അതിമനോഹരമായിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അവിടുത്തെ വഴികൾ കുഴികൾ നിറഞ്ഞ വഴികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതേസമയത്ത് ഇന്ന് ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ നമ്മുടെ കേരളത്തിന് അതിമനോഹരമായ കേരളമാണ്. ഇവിടെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അന്നത്തെ കേരളമല്ല ഇന്നിവിടെയുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇവിടെ കേരളം മുഴുവനും ട്രാൻസ്പോർട്ട് ബസ്സിൽ നടന്ന് കണ്ട ഒരു വ്യക്തിയാണ്. 3 ദിവസം മുമ്പ് കോഴിക്കോട്ട് ഞാൻ പോയി. ഈ കോഴിക്കോട് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. ഈ കോഴിക്കോട് എന്ന് പറയുന്നത് അവിടുത്തെ ബീച്ച്, അതിമനോഹരമായ ബീച്ച്. അവിടെയൊക്കെ വേസ്റ്റ് ഇടാനുള്ള ക്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ആളുകൾ കൊണ്ട് ഇടുന്നുണ്ട്. പിന്നെ ചിലർ അവിടെ ഇവിടേക്ക് ഇടുന്നു ഉണ്ട്. അത് എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അമേരിക്കയിലെ ആ ക്ലീൻലെസ്സിലേക്ക് ക്ലീനായ ഒരു അമേരിക്ക നമ്മൾ കണ്ടെങ്കിൽ ഇന്ന് അതിലേക്ക് വരുവാണ് നമ്മുടെ കേരളവും. പക്ഷേ അതിൻ്റെ ആ മൂവ്മെൻറ്റ് വളരെ കുറഞ്ഞ രീതിയിലാണ് വരുന്നത്. പക്ഷേ ചില ഭാഗങ്ങളിലേക്ക് ആ വ്യത്യാസമുണ്ട്. പണ്ട് ഞങ്ങൾ പോയ കാലത്തെന്ന് പറയുമ്പോൾ ജോലി ചെയ്ത് സീറോയിൽ നിന്നാണ് ഞങ്ങളൊക്കെ അവിടെ വളരുന്നത്. അതേസമയത്ത് ഇന്ന് വരുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേരാണ് ഇപ്പം ഇവിടെ നിന്ന് വരുന്നത്. അവരൊക്കെ ഇവിടുത്തെ ഇന്ത്യൻ രൂപ കൺവേർട്ട് ചെയ്ത് ഡോളറാക്കിക്കൊണ്ട് ആണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും തമ്മിലൊരു വലിയൊരു വ്യത്യാസം അവിടെയുണ്ട്. ഇന്ന് ആ പിള്ളേരാണ് അവിടെ ജോലി അന്വേഷിക്കുകയും ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു വ്യത്യാസം ഇന്നിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ജോലി തേടിയുള്ള നമ്മളുടെ യുവാക്കളുടെ വിദേശത്തേക്കുള്ള ഈ ഒരു യാത്ര അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ കുടുംബങ്ങളുടെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയെ വളരെ പോസിറ്റീവായിട്ട് സഹായിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഏതൊരു വ്യക്തിയും അവൻ്റെ കുടുംബത്തിന് വേണ്ടി, അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിത സാധ്യതകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നോക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. നമ്മളിതിനെ 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇമ്മീഡിയറ്റായിട്ട് അവന് ലഭിക്കുന്ന സാമ്പത്തിക സുസ്ഥിതി. 2, ഒരു ദീർഘകാലത്തേക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അത് കൊടുക്കുന്ന നന്മകൾ. ഇമ്മീഡിയറ്റായിട്ട് തീർച്ചയായിട്ടും ഇപ്രകാരം വിദേശത്തേക്ക് പോകുന്നത് ആ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സുസ്ഥിതിക്ക്, ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിനും ആ ഒരു സമൂഹത്തിനും
ആ ഒരു സംസ്ഥാനത്തിനുമെല്ലാം അതിൻ്റേതായിട്ടുള്ള നന്മകളുണ്ടാകുന്നുണ്ട്. ഒരാളുടെ ജീവിതം സുരക്ഷിതത്വത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഏതൊരു മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്, ഏതൊരു കുട്ടികളും തങ്ങളുടെ ഭാവിയെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു ദീർഘകാലത്തേക്ക് നമ്മളിതിനെ കാണുമ്പോൾ ഇപ്രകാരം സാമ്പത്തിക സുസ്ഥിതിയിലേക്ക് വരുന്ന കുട്ടികൾ അവർ വിദേശത്തേക്ക് പോകുന്നു, അവരുടെ ഭാവി അവരവിടെ കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്രകാരമുള്ള യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ കുടുംബവുമായിട്ട് ജീവിക്കുവാൻ വേണ്ടി സാധ്യതയുള്ള രാജ്യങ്ങളായതുകൊണ്ട് അവരുടെ മക്കളും അടുത്ത തലമുറകൾ തീർച്ചയായിട്ടും അവിടെയേ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് നാട്ടിലേക്കുള്ളൊരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നെല്ലാവരും പറയുന്നത് പോലെ നടക്കുന്നൊരു കാര്യമല്ല. എങ്കിൽ തന്നെയും ഇത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ കേരള മോഡൽ എന്ന് പറയുന്ന ആ ഒരു സാമ്പത്തിക സുസ്ഥിതിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നൊരു ഘടകം നമ്മുടെ വിദേശ മലയാളികളുടെ അല്ലെങ്കിൽ പ്രവാസികളുടെ കേരളത്തിലേക്ക് വരുന്ന സാമ്പത്തിക നേട്ടങ്ങളാണ്. എന്നാൽ ഒരു ദീർഘകാലത്തേക്ക് നോക്കുന്ന സമയത്ത് ഇത് കേരളത്തിൽ പുതുതായിട്ട് ജോലി സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യുവാക്കൾക്ക് ഇവിടെ നിൽക്കുവാനും ഇവിടുത്തെ ജോലി സാഹചര്യങ്ങൾ കണ്ടെത്തുവാനും കേരളത്തെ അതിലൂടെ ബിൽഡ് ചെയ്യാനും നമ്മുടെ സംസ്ഥാനത്തിന് പുരോഗതിയിലേക്ക് എത്തുവാൻ വരുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തുവാനുമുള്ള സാധ്യതകൾ അതിന് തുറന്നു കൊടുക്കുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ നന്മയുണ്ട്, വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതാണ്. പക്ഷേ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമായിട്ട് ഒരു സൊസൈറ്റി ആയിട്ട് നാളേക്ക് പുരോഗമിക്കണമെങ്കിൽ ഇതിലപ്പുറത്തേക്കുള്ള നാട്ടിൽ തന്നെയുള്ള സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ടുള്ളൊരു സാമ്പത്തിക സുസ്ഥിതിയിലേക്ക് അതെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നൊരു സമയത്ത് അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഡിഫറൻസാണ്. അതായത് കേരളത്തിൽ ജനിച്ച് വളർന്ന കുട്ടികൾ ഇവിടെ കാണുന്ന ഒരു സാംസ്കാരിക വൈവിധ്യമല്ല അവിടെ കാണാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഈ കുട്ടികളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ജോസിയായിട്ട് പറയാറുള്ളത്. സാറ് ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഇവിടുന്ന് ഹൈസ്കൂൾ ആകുന്ന പിള്ളേരെ പറ്റിയാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിള്ളേർ അവിടെ വരുമ്പോൾ ഇവിടെ നല്ലപോലെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി പഠിച്ച പിള്ളേർ അവിടെ വരുമ്പം അവിടെ കാണുന്ന കാലാവസ്ഥ വേറെയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പം സാധാരണ ഒരു വർഷം പുറകിലുള്ള സ്കൂളിലാണ് അഡ്മിഷൻ മേടിച്ച് അവിടെ കയറുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിൽ കൊച്ചി ചെല്ലുമ്പോൾ അവിടെ 9ാം ക്ലാസ്സിൽ ചേരുന്നു. അങ്ങനെ വരുമ്പോൾ അത് അവിടുത്തെ ഒരു ഹൈസ്കൂളാണ്. അവിടെ ചെല്ലുമ്പം അവിടെ കാണുന്ന ക്ലാസ് റൂമിലും കോളേജിലും കാണുന്ന അല്ലെങ്കിൽ ഹൈസ്കൂളിൽ കാണുന്ന കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കൊച്ച് അവിടെ ആ സ്കൂളിൽ ചെല്ലുമ്പം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടത്തിൽ ജീവിക്കുകയും ചെയ്യണം. ഇവിടുത്തെ മാതാപിതാക്കൾ പഠിപ്പിച്ച് വിട്ട ആ ദൈവീയ ശിഷ്ടയൊക്കെ ആയിട്ട് വീട് വഴി ജീവിക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷനിലാണ് പിള്ളേർ കിടന്ന് വിഷമിക്കുന്നത്. ഇവിടുത്തെ പിള്ളേർ ഇവിടുത്തെ രീതി ഇവിടെ നോക്കിയപ്പോൾ നല്ലതായിരുന്നു, യാതൊരു കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പം ഈ സ്കൂളിൽ ചെല്ലുമ്പം അവിടുത്തെ സിറ്റുവേഷൻ അന്തരീക്ഷമൊക്കെ വേറെ രീതി. അപ്പോൾ അത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പഠിക്കാൻ വരെ അത് പഠിത്തത്തിൽ തന്നെ പുറകോട്ട് പോകാൻ അത് ഒരു കാരണമായി വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് വരുന്ന പിള്ളേർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ആ വെല്ലുവിളിയെ ചിലരൊക്കെ അതിജീവിക്കും. പക്ഷേ പലരും ആ വെല്ലുവിളിയിൽ പല നല്ല ചിലതൊക്കെ കാണുന്ന അവരുടെ നോട്ടത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് അവർ കടന്നു. അപ്പോൾ അങ്ങനെ പാളിച്ചകളുണ്ടായി പല പിള്ളേരും ജീവിത നിലവാരം മാറിപ്പോയിട്ടുണ്ട്. അതിപ്പോൾ ആരുടെ കുഴപ്പം എന്ന് പറയാൻ പറ്റി, ആരുടെ കുഴപ്പം അത് ആ സമൂഹത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആണ് സംഭവിക്കുന്നത്. അത് പിള്ളേരുടെ കുഴപ്പമെന്ന് പറയാൻ പറ്റിയല്ല, പക്ഷേ ആ ചില സാഹചര്യങ്ങളിൽ അതിജീവിക്കാനുള്ള ശക്തി കിട്ടാതെ വരുന്നു. അതിൽ നിന്നുണ്ടാകും. അച്ഛാ, നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ, യുവാക്കൾ അവർ വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ കെട്ടുറപ്പിനെ അത് ബാധിക്കാറുണ്ടോ? അതായത് പേരൻസ് തന്നെയാവുന്നൊരവസ്ഥ, പ്രായമായവർ തന്നെയാവുന്നൊരവസ്ഥ, അത് ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയെ, കെട്ടുറപ്പിനെ എങ്ങനെ ബാധിക്കുന്നതെന്നാണ് വിചാരിച്ചത്? തീർച്ചയായിട്ടും സാറേ, ഇന്ന് നാം ഓരോരുത്തരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ ഞങ്ങൾ വൈദികർ തന്നെ പറയാറുണ്ട്, ഒരു 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ
ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ അവസ്ഥയായി മാറുമെന്നുള്ളത്. മാതാപിതാക്കൾ എന്നും ആഗ്രഹിക്കുന്നത് മക്കളോട് കൂടിയായിരിക്കാനാണ്. സഭയും എപ്പോഴും കുടുംബത്തിൻ്റെ ഭദ്രതയെക്കുറിച്ച് പറയുമ്പോൾ മക്കളും മാതാപിതാക്കളും ഒന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം സൃഷ്ടി ആരംഭിച്ചത് തന്നെ കുടുംബത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഭദ്രത എന്നുള്ളത് എന്നും അതിൻ്റെ പരിഭാവനതയെ സൂക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. പക്ഷേ ഇതിലൊരിക്കലും മക്കൾ മാതാപിതാക്കളോട് ഇഷ്ടമില്ലാതിരുന്നിട്ട് മറ്റൊരു സാഹചര്യം അന്വേഷിച്ച് പോകുന്നതല്ല. പുതിയ സാഹചര്യങ്ങളിലേക്ക്, പുതിയ നന്മകളിലേക്ക് ഓരോരുത്തരും വളരുവാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ സാഹചര്യങ്ങൾക്കും അനുരൂപപ്പെട്ടുകൊണ്ട് പുതിയ സാധ്യതകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാം നമ്മളൊരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷം മുൻപുണ്ടായിരുന്ന കുടുംബ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതല്ലല്ലോ ഇതിനൊന്നുമുള്ള ഒരു പരിഹാരങ്ങൾ എന്നുള്ളത്. സഭയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്രദ്ധ എന്നുള്ളത് പ്രായമുള്ളവരുടെ പരിപാലനം എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ മാറേണ്ട സമയമായിട്ടുണ്ട്. ഇപ്രകാരം പ്രായമുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള സെൻ്ററുകൾ കൂടുതൽ ശക്തിപ്പെടേണ്ടതിൻ്റെ ഒരാവശ്യകത. അതോടൊപ്പം തന്നെ അമേരിക്കയിലൊക്കെ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ള ഒരു പുതിയ പ്രവണതയുണ്ട്. ജോസിയേട്ടനെ പോലെ 20, 30, 40 വർഷമായിട്ട് അവിടെ ജീവിച്ച് റിട്ടയർമെൻറ്റ് അവിടെ തന്നെ ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രായമുള്ളവർ ഒന്നിച്ച് ഒരു സെൻറ്ററിൽ ഒരു ഏരിയ, ഒരു പ്ലോട്ട് ഒന്നിച്ച് വാങ്ങിച്ച് വീടുകൾ ഒന്നിച്ച് വെച്ച് അവർക്ക് സായാഹ്നങ്ങളിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുവാൻ വേണ്ടി പരസ്പരം ലൈവായിട്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അവർ ഈ സായാഹ്നങ്ങളിൽ ഗെയിംസുകളും ഒന്നിച്ചുള്ള ഭക്ഷണങ്ങളും, എന്നാൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനൊരു മറുപടിയായിട്ട് വിദേശത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് പോയവർ അവിടെ കണ്ടെത്തുന്നുണ്ട്. നാട്ടിലും തീർച്ചയായിട്ടും നമ്മുടെ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സായാഹ്നങ്ങളിൽ ഒരുമിച്ച് കൂടുവാനുള്ള സങ്കേതങ്ങളായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും അപ്രകാരമുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പുതിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസേട്ട, പലപ്പോഴും എന്നെപ്പോലെയുള്ളവർ വിദേശത്തു നിന്ന് കടന്നു വരുന്നവരുടെ നിറമുള്ള ആ മുഖം മാത്രമേ കാണുന്നുള്ളൂ. ഒരുപക്ഷെ അവിടെ താമസിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് വിദേശികൾ വിദേശ രാജ്യങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ ജോലിക്കായിട്ട് പോകുന്നവരാണെങ്കിലും അവിടെ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞങ്ങളാരും കാണുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പലപ്പോഴും അവിടെയുള്ള കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവിടെ അഭിമുഖീകരിക്കുന്നത്? അതിന് ഉത്തരം പറഞ്ഞാൽ വർഷം 10-40 വർഷം പുറകോട്ട് നോക്കി അതിന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആക്സെൻ്റ് പ്രശ്നമുണ്ട്, ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അതെല്ലാം മാറി നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന പിള്ളേർ നല്ല ആക്സെൻറ്റും ലാംഗ്വേജും എല്ലാം ഇവിടുന്ന് തന്നെ CGFNS ഒക്കെ പാസ്സായതിന് ശേഷം വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സ്കിന്നും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ അവിടെ അമേരിക്കൻ നമ്മുടെ വ്യൂ നോട്ടം വേറൊരു ലെവലിലാണ്. നമുക്ക് ഒരു ഹൈ ഗ്രേഡ് ജോലി കിട്ടുക എന്ന് പറഞ്ഞത് അന്നും പ്രയാസമായിരുന്നു, ഇന്നും പ്രയാസം. പക്ഷേ അവിടെ അവിടെ ചെറുപ്പത്തിൽ ചെന്ന് പഠിച്ച് കയറി വരുന്ന പിള്ളേർ സർവൈവ് ചെയ്യുന്നു. പക്ഷേ ആദ്യം ഒരു ഇമിഗ്രൻ്റ് ഇവിടെ നിന്നോട്ട് വന്നു കഴിഞ്ഞാൽ പ്രയാസം തന്നെയാണ് നല്ല ലെവലിലേക്ക് കയറി വരാൻ. പണ്ട് ഒത്തിരി പാടായിരുന്നു, ഇപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പം കാനഡയിൽ പോകുന്ന പിള്ളേർ ഇവിടുന്ന് ഒരു 40 ലക്ഷം 50 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ചെല്ലുന്നത്. സ്റ്റുഡൻറ്റ് വിസായി പോകുന്ന പിള്ളേർ അവിടെ ചെന്ന് അവർ പഠനം കഴിഞ്ഞ് ജോലി നോക്കാൻ ചെല്ലുമ്പോൾ ജോലി കിട്ടാതെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭീമമായ ആ ബാധ്യത ഇവിടെ വലിയ ബാധ്യതയായിട്ട് കിടക്കുകയാണ് പേരൻസിന്. അപ്പോൾ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഈ പിള്ളേരെല്ലാം ഇവിടെ ഒരു ഒഴുക്കം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒഴുക്കം പോയി അതിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ചെന്ന് എന്താ സംഭവിക്കണമെന്നുള്ളത് ആരും ചെയ്യുന്നില്ല. പേരൻസും ഇവിടെ ഉന്തിത്തള്ളി വിടുവാണ്. കാരണം ഇവിടുത്തെ സർക്കാരിൽ നിന്നൊരു നല്ലൊരു ഹെൽപ്പ് കിട്ടാത്തതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റിയല്ല, പിള്ളേരെ കയറ്റി വിടുവാണ്. പക്ഷേ ആ പോക്ക് ഒരു വിഷമം പിടിച്ച ഒരു പോക്കാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പോക്ക്. അതൊരു കൺട്രോൾ കൊണ്ടുവന്നാൽ ഈ ഒഴുക്ക് കുറച്ചെങ്കിലേ കേരളവും വളരുള്ളൂ, പിള്ളേർക്കും ഇതുണ്ട്.
ഇപ്പോൾ ആ പിള്ളേർ അവിടെ പോയ പിള്ളേർക്ക് ജീവിതം വിജയിക്കാതെ വരുമ്പം അവർക്ക് ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല, ആ ലോൺ തീർക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു ലോ ലെവലിൽ ജോലി ചെയ്തു പോകുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അപ്പം അതൊക്കെ അവരുടെ ആ സെൽഫിഷിനെ ബാധിക്കുന്നു. അങ്ങനെ ഒരു വലിയ വിഷയം ഇപ്പോൾ അവിടെ നടക്കുന്നത്. പക്ഷേ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളം പഴയ കേരളമല്ല. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ ചില അപാകതകളുണ്ട്. അത് നന്നായി വന്നാലേ ഇവിടെ ശരിയാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, രൂപതാ തലത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. രൂപതാ നേതൃത്വം ഇപ്പം ഞങ്ങളെപ്പോലെ പോയ ഒരുപറ്റ ആൾക്കാർ അവിടെയുണ്ട്. അവരൊക്കെ ഇന്ന് റിട്ടയർമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ റിട്ടയർമെൻറ്റ് ലൈഫിൽ അവിടെ ഒന്നും ചെയ്യാനില്ല. ലൈഫ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. വീട് വേണം, താമസ സൗകര്യം, മെഡിസിന്, ഇങ്ങനെയുള്ളതിനെല്ലാം നല്ല ചിലവാണ്. പലപ്പോഴും ഒരു യുവാക്കളുടെ പ്രതിനിധിയായിട്ട് അച്ഛനെ ഞങ്ങൾ കാണുന്നു. അപ്പോൾ നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ യുവാക്കളുടെ കുറവ് നമ്മുടെ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പള്ളിയിലെ യുവാക്കളുടെ കുറവ് അവരുടെ വിശ്വാസത്തെയും അതുപോലെ തന്നെ പള്ളിയുടെ പ്രവർത്തനത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു സമൂഹത്തിൻ്റെയും ജീവനാഠി എന്ന് പറഞ്ഞാൽ യുവജനങ്ങളാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള ചെറുപ്പകാലം, അതായത് നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ വലിയൊരു നമ്പർ പള്ളിയിലെ ഏതൊരു ആക്ടിവിറ്റിക്കും എപ്പോഴും മുൻപിട്ടിറങ്ങാൻ നമുക്ക് കൂടെ ഉണ്ടായിരുന്ന വലിയൊരു യുവജനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത്ര നമ്പർ ഉണ്ടായിരുന്നു, അവസരങ്ങൾ തേടി നടക്കുന്നവരായിരുന്നു, അത്ര ആക്റ്റീവായിട്ടൊരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് കാണുന്ന കുട്ടികൾ നാളെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ലാത്ത രീതിയിലാണ് നമ്മുടെ പല വേദപാഠത്തിൻ്റെ ക്ലാസ്സുകൾ, നമ്മുടെ യൂത്തിൻ്റെ ആക്ടിവിറ്റികൾ. കാരണം അത്രമാത്രം പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ ഓരോ ദിവസവും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അനുഭവം ഞാൻ പറയാം. നഴ്സിംഗ് പഠിക്കാൻ അല്പം പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നഴ്സിംഗ് ജോലി വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്നൊരു കുട്ടി, മറ്റൊരു കുട്ടി അവരുടെ അതേ ബാച്ചിൽ തന്നെ ഹയർ സെക്കൻഡറി +2 പാസ്സായതിനു ശേഷം വിദേശത്തേക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും ഒന്നിച്ച് വന്നപ്പോൾ ഈ പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന് ഒരു വർഷം കഴിഞ്ഞ കുട്ടി ആ പ്രൊഫഷണൽ കോഴ്സ് നിർത്തിയിട്ട് എനിക്ക് ഈ കുട്ടി പോയ സ്ഥലത്തേക്ക്, അതായത് ഓസ്ട്രേലിയയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ പഠിക്കാൻ കിട്ടിയ, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഫീസ് കൊടുത്ത് ഒരു വർഷത്തെ ഫീസ് കംപ്ലീറ്റ് മുടക്കി പകുതിയാക്കി വെച്ചിരുന്ന കോഴ്സ് പോലും ഉപേക്ഷിച്ചിട്ട് മാതാപിതാക്കൾക്ക് സാധ്യതയില്ലാത്ത, അത്രമാത്രം ഭീമമായിട്ടുള്ള തുക മുടക്കി പുറത്തേക്ക് പോകാൻ സാഹചര്യമില്ലാത്ത ഒന്നിനെ മാത്രം സ്വപ്നം കണ്ട് തൻ്റെ കരിയർ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് നാടിനെക്കുറിച്ചല്ല, വിദേശത്തേക്ക് എത്തുക എന്നുള്ള സ്വപ്നം മാത്രമാണ്. നമുക്കതിന് തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ കസിൻസിന് അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ ഞാനും അവരോട് നാട്ടിൽ നിൽക്കണമെന്നല്ല, അവസരങ്ങൾ പ്രയോജനപ്പെടുത്താണ് പറയുന്നത്. അതുകൊണ്ട് ജനറലായിട്ട് നമ്മളിതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടും നല്ല കാര്യങ്ങൾ നാട്ടിലുണ്ടാകണമെന്ന് പറഞ്ഞിട്ടും മാത്രം കാര്യമില്ലല്ലോ, പ്രായോഗികമായിട്ട് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സാർ ചോദിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്, ഇവരെ നമ്മൾ എവിടെയാണെങ്കിലും ഒരു ഫോളോ അപ്പ് നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഇടവകയെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുവാക്കളുടെ ഭാവിയെ സംബന്ധിച്ച് നമുക്ക് നല്ലത് കൊടുക്കാൻ പറ്റുന്നൊരു സാധ്യത. ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു വികാരി എന്നുള്ള രീതിയിൽ എൻ്റെ ഇടവകയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന യുവജനങ്ങളെ തീർച്ചയായിട്ടും ഒരു കണക്ടിവിറ്റിയിൽ എനിക്കായിരിക്കാം. അവരുമായിട്ടുള്ള ഒന്നിച്ചു കൂടുവാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ധാരാളമുണ്ട്. തന്നെയാണ് വിദേശത്ത് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഒരു കോട്ടയം രൂപതയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഇപ്രകാരം നമ്മുടെ സമുദായത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക്, സീറോ മലബാർ ഗ്രൂപ്പുകൾക്കെല്ലാം ഒന്നിച്ചു കൂടുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയ നമ്മുടെ വാല്യൂസ്, മൂല്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് എവിടെയാണെങ്കിലും അവിടെയും പാലിച്ചു പോകുവാനുള്ള, അവിടെയും കുടുംബത്തിനും നാടിനും ചേർന്ന രീതിയിലുള്ള മികച്ച പൗരന്മാരായി വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ജോസിയേട്ടനൊക്കെ അമേരിക്കയിൽ പോയ സാഹചര്യങ്ങളിൽ ഒരു 30-40 വർഷങ്ങൾക്ക് മുൻപൊക്കെ അമേരിക്കൻ കൾച്ചറിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആകാനായിരുന്നു കൂടുതൽ നമ്മുടെ ആൾക്കാർക്ക് പോലും പരിശ്രമം. പക്ഷേ ഇന്ന് ഒരു തിരിച്ചുവരവ് ഒത്തിരി കാണുന്നുണ്ട്. നമ്മുടെ പള്ളികളിലെ കുർബാനയ്ക്ക്, കൂട്ടായ്മകൾക്ക്
നമ്മുടെ കുട്ടികളെ അതിലേക്ക് മാത്രം കൂടുതൽ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് മാതാപിതാക്കളും ഇന്നത്തെ പൊതുസമൂഹവും എല്ലാം കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങളുടെ സാധ്യതകൾ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ വിശ്വാസത്തിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി, മൂല്യങ്ങളിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നിൻ്റെ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോസിയേട്ടൻ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ജോസിയേട്ടനെ പോലെ 40 വർഷവും 30 വർഷവുമെല്ലാം വിദേശത്ത് ജോലി ചെയ്ത് റിട്ടയർമെൻറ്റിൽ നിൽക്കുന്ന നമ്മുടെ ഒരുപാട് പ്രായമായ ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അവരെ നമുക്ക് ഒരു സന്തോഷകരമായ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനായിട്ട് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. സാറ് ചോദിച്ച ആ ചോദ്യം ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ഇന്ന് ഈ കാലഘട്ടത്തിൽ അവിടെ ഈ റിട്ടയർമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവർ അവിടെ സന്തോഷം കണ്ടുപിടിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഈ നാടിനെ മിസ് ചെയ്യുന്നുണ്ട്, എന്നെപ്പോലെ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും സംവിധാനം ഇവിടെ ചെയ്തു കൊടുത്താൽ ഒരു പരിധിവരെ കുറേ ആൾക്കാർ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇവിടെ തിരിച്ചു വരും. അതായത് നമ്മുടെയൊക്കെ പള്ളിക്ക് അല്ലെങ്കിൽ പള്ളി സംവിധാനത്തിന് ഒത്തിരി സ്ഥലങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റിൽ നമ്മളൊരു അസിസ്റ്റഡ് ലിവിങ് സിസ്റ്റം, 5 സ്റ്റാർ അസിസ്റ്റഡ് ലിവിങ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ വരും. ഇവിടുത്തെ ചിലവ് വളരെ പരിമിതമാണ്. അപ്പം മുറികളെല്ലാം പെട്ടെന്ന് ഓക്കുപ്പൈഡായി പോകും. അപ്പോൾ അതിന് രൂപതാ തലത്തിൽ ഒരു സംവിധാനം ആസ് സൂൺ ആസ് പോസിബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന നേഴ്സിംഗ് ഹോമല്ല, അസിസ്റ്റഡ് ലിവിങ്. അതായത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഗ്രോസറി മേടിക്കണമെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ വരുന്നൊരു അസിസ്റ്റഡ് ലിവിങ്. ഇപ്പോൾ ഈയിടെ ഞാൻ കല്ലറയിൽ ഒരു അസിസ്റ്റഡ് ലിവിങ് പോയി കണ്ടു. വളരെ മനോഹരമായിട്ട് നടക്കുന്നു. ചിക്കാഗോയിലും അവിടെയൊക്കെ ഉള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. ഒരു മുറി ചോദിച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് മുറിയില്ല. അങ്ങനെ ഉള്ള ഇതുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ കടുത്തുരുത്തിയെ കുടൂർ പള്ളികളുടെയൊക്കെ കീഴിൽ പണിയാൻ സാധിച്ചു എങ്കിൽ, അത് ഞാൻ പറയുന്നത് ലോ ലെവലല്ല, ഹൈ ലെവലിൽ തന്നെ 5 സ്റ്റാർ മോഡലിൽ തന്നെ പണിത് കഴിഞ്ഞാൽ അത് മുഴുവനും വിറ്റുപോകും, യാതൊരു സംശയവുമില്ല. അത് വന്നാൽ അവിടെയുള്ള പഴയ ആൾക്കാരെല്ലാം ഒരു പരിധി വരെ ഇവിടെ വന്ന് നിൽക്കും. പിള്ളേർക്കും വന്ന് നിൽക്കാം, അവരും ഹാപ്പിയാണ്. കാരണം അവർക്ക് ഇങ്ങോട്ട് വരുമോ ഒന്നും വേണ്ട. ഇവിടെ ഒരു സൊസൈറ്റി ഇവിടെ ഉള്ളതുകൊണ്ട്, നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ പല വീടുകൾ ഒന്നിച്ചിരിക്കുകയും ഒരടുക്കള മാത്രമുള്ളത് ഈ പാലായിൽ ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞു. അത് വളരെ സക്സസ്സാണ്, ഞാനത് കണ്ടായിരുന്നു. അപ്പം അത് നല്ലതാണ്. അപ്പം അതിലും കുറച്ചും കൂടെ നല്ലത് നമ്മുടെ പള്ളിയുടെ അണ്ടറിൽ ഇങ്ങനെ അസിസ്റ്റഡ് ലിവിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്ന് വരും. പള്ളിയായി ഇതെല്ലാ സൗകര്യങ്ങളുമായി കഴിയുമ്പോൾ അവരും ഹാപ്പി ആയിരിക്കും. നമ്മുടെ രൂപത വളരും, നമ്മൾ വളരും, പിള്ളേർ വന്ന് കാണും. ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് അത് റൈറ്റ് ടൈമാണ്. കാരണം ഒത്തിരി ആൾക്കാർ റിട്ടയർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഒരു പറ്റ ആൾക്കാർ ഒരു കാലത്ത് അങ്ങോട്ട് പോയി കാരിത്താസൊക്കെ വിദ്യ അഭ്യസിച്ച് നേഴ്സിംഗ് കഴിഞ്ഞ് പോയവരാ. പക്ഷേ അവരുടെ അന്ത്യ സമയമാണ് ഇപ്പോൾ. 85 90 വയസ്സായ കാലഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിജയമായി പോകും. ഉന്നതമായ ജോലി സാധ്യതകൾ തേടിയാണ് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലെത്തി. അപ്പോൾ ഈ സ്വപ്നങ്ങൾ പൂവണിയുന്നതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പങ്കുവെച്ച ചില പ്രതിസന്ധികളും അവർ മുന്നിൽ കാണും എന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ഭാവി ശോഭനമാവട്ടെ അവിടെ. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പോകുന്ന കുട്ടികളെ നമുക്ക് ഇവിടുന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഭാവി സുരക്ഷിതമാണ് ഉറപ്പുവരുത്താനായിട്ടുള്ളൊരു ഉത്തരവാദിത്വവും നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചർച്ചയ്ക്ക് ഇവിടെ അവസാനം കുറിക്കുന്നു. നന്ദി.